ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ നല്ല കട്ടിയുള്ള ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. ആ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം മിൽക്ക് മെയ്ഡാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പാലിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരുപാട് കട്ടിയായിട്ടല്ല ചേർക്കുന്നത്, ഒരു ചെറിയൊരു ലൂസായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റേർഡ് പൗഡറിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതൊന്ന് കുറുകി വരും. അപ്പോൾ അത് കണ്ടല്ലോ, നമ്മുടെ കസ്റ്റാർഡെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് തിക്കാക്കി എടുക്കുന്നില്ല, ഒന്ന് ലൂസായിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മധുരമൊക്കെ പാകത്തിന് നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടുള്ള കസ്റ്റേർഡാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏത്തൻ പഴം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മാതളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ആപ്പിളും ഒരു മാങ്ങയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കറുത്ത മുന്തിരി ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കയ്യിലുള്ള ഫ്രൂട്ട്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്താൽ നന്നായിട്ടൊന്ന് തണുത്തിരിക്കും. ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റാർഡിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചാലും കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് തണുത്ത് കഴിഞ്ഞാലാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളത്. ഫ്രൂട്ട്സും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് കസ്റ്റേർഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.